അടയാളം നൽകുകയും ഞാൻ തന്നെ എന്റെ വിശുദ്ധ ഭടന്മാരോട് കൽപ്പിച്ചു, എന്റെ കോപം നടപ്പാക്കുന്നതിന് എന്റെ ഔന്നത്യത്തിന്റെ അഭിമാനം കൊള്ളുന്ന വീര പോരാളികളെ ഞാൻ നിയോഗിച്ചു. സഹോദരങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിന്റെ പോലുള്ള ആഗ്രഹം, രാജ്യങ്ങളുടെ അടർച്ച, ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം, സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു. സൂര്യ ഒന്നാമത് നശിപ്പിക്കാൻ ഉണ്ടാവും. അവിടുത്തെ രോഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്ത് നിന്ന് ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന് വരുന്നു. ഇത്തരത്തിൽ വിലപിക്കുകയും കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തിയിൽ നിന്നും വിനാശം പോലെ അത് വരും. എല്ലാ കരകളും ദുർബലമാകും, എല്ലാവരുടെയും ഹൃദയം ഉരുകും. അവർ സംഭ്രാന്തരാകും, കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രഹിക്കും. ഈറ്റുനോവിട്ടവരെ പോലെ അവർ വിടരും. അവർ പരസ്പരം കുറിച്ചു നോക്കുകയും അവരുടെ മുഖം ഒലിക്കുകയും ചെയ്യും. കർത്താവിന്റെ ക്രൂരമായിരിക്കും, നാശനമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം നൽകുകയില്ല. സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം പൊലിക്കുകയില്ല. ലോകത്തെ അതിന്റെ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും. അഹങ്കാരിയുടെ ഔദത്യം ഞാൻ അവസാനിപ്പിക്കും. നിർദ്ദയന്റെ ഗർവ്വം ഞാൻ ശമിപ്പിക്കും. മനുഷ്യൻ സംഘത്തെക്കാൾ മനുഷ്യവംശം കുഞ്ഞിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും. സൈന്യങ്ങളുടെ കർത്താവ് രോഷത്തിൽ അവരുടെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും. ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകും. വേട്ടയാടപ്പെടുന്ന മാനുഷ്യരെ പോലെയും ഇടയില്ലാത്ത ആളുകളെ പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും. കാണുന്നവനെയെല്ലാം കുത്തിപ്പിളരും, പിടികിട്ടുന്നവനെ എല്ലാം പാളിനിരയാക്കും. അവരുടെ ശിശുക്കളെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ നിലത്തടിച്ച് വിതറിക്കും. അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും. അവരുടെ ഭാര്യമാർ അവമാനിതരാകും. ഞാൻ മേഖലക്കാരെ അവർക്കെതിരെ ഇളക്കിവിടുന്നു. അവർ വെള്ളി കാര്യമാക്കുന്നില്ല, സ്വർണത്തിൽ താല്പര്യവുമില്ല. അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും. ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല. ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല. രാജ്യങ്ങളുടെ മഹത്വവും കണ്ടായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അതെന്നും നിർജ്ജനമായിരിക്കും. തലമുറകളോളം അതിനാരും വസിക്കുകയില്ല. അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ തങ്ങളുടെ ആളുകൾക്ക് അവിടെ ആകെ ഉണ്ടാക്കുകയില്ല. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായിത്തീരും. അതിന്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ വസിക്കും. കാട്ടാളുകൾ അവിടെ തുള്ളി നടക്കും. അതിന്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിന്റെ സമയം ആസന്നമായിരിക്കുന്നു. അതിന്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല. ദൈവവചനമാണ് നാം കേൾക്കുന്നത്.